ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ കീഴിൽ കർത്തൃസേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ ജോസഫ് അപ്പലോസ് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്നേഹ ഇടയൻ. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തും ആദിയും അന്തവും ആകുന്നു എന്ന് വാഗ്ദത്തം അരുളിയ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ ഇടയൻ എന്ന ആത്മീയ ദൃശ്യ വിരുദിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ കടന്നു വരുമ്പോൾ ആശ്രയിപ്പാൻ ആരുമില്ലാതെ, തുടർ നിൽക്കുവാൻ ആരുമില്ലാതെ ജീവിത പടക് കൊടുങ്കാറ്റടിച്ച് ഉലയുമ്പോൾ നാം ആശ്രയിപ്പാൻ നമുക്ക് ഒരു ദൈവമുണ്ട്. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും അതിൽ നിന്ന് നമ്മെ വിമോചിപ്പാൻ, നമ്മെ രക്ഷിക്കുവാൻ നമുക്കൊരു കർത്തനുണ്ട് എന്നർത്ഥമുള്ളതായ ഒരു അനുഗ്രഹീത ഗാനം സിസ്റ്റർ ആഷ ജോസഫ് നിങ്ങൾക്കായി ആലപിക്കുന്നു. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മെ വഴി നടത്തുന്ന, രോഗങ്ങൾ വരുമ്പോൾ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ബ്രദർ മാത്യു തെക്കേക്കര മുംബൈയിൽ നിന്നും നിങ്ങളോട് പ്രഭാഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കൊടും ശോധനകളിൽ ഏറെ വലഞ്ഞിടുമ്പോൾ ഞാൻ ഭയപ്പെടും വേളകളിൽ. കൊടും ശോധനകളിൽ ഏറെ വലഞ്ഞിടുമ്പോൾ ഞാൻ ഭയപ്പെടും വേളകളിൽ. എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്, എൻ കരം പിടിച്ചുയർത്തി എനിക്കാശ്രയമായി
പ്രൈസ് ദി ലോർഡ്. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഭാഗമായിരിക്കുവാൻ എനിക്കും ഒരവസരം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരുന്ന എത്രയോ ആളുകളാണ് കർത്താവിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നത്. സക്കായി മരത്തിന്റെ മുകളിൽ യേശുവിനെ ഒന്ന് കാണാനായിട്ട് കയറിയതാണ്. യേശു അവനെ വിളിച്ചപ്പോൾ അവന്റെ ജീവിതം പാടെ മാറി. വലിയ പ്രത്യാശയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി ആ ജീവിതം മാറി. ശീമോന്റെ പടകിൽ കർത്താവ് ഇരുന്ന് മറ്റുള്ളവരോട് സംസാരിക്കുവാനായിട്ടൊരു അവസരം ചോദിച്ചതാണ്. ശീമോന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി പിൽക്കാലത്ത് തീരുകയുണ്ടായി. എത്ര പ്രതീക്ഷയില്ലാത്തവരാണ് കർത്താവിലേക്ക് വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട, എത്ര രോഗികളാണ് കർത്താവിലേക്ക് വന്നപ്പോൾ സൗഖ്യമാക്കപ്പെട്ടത്, എത്ര പാപികളാണ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്ക് വായിച്ച് സ്വല്പനേരം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. കപ്പർനാം അല്ലെ കഫേണിയം എന്ന സിറ്റി ഓഫ് ജീസസ് എന്നറിയപ്പെടുന്നു. യേശുവിന്റെ മർക്കോസിന്റെ സുവിശേഷത്തിലെ തുടക്കത്തിലെ അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, ഗലീല നാട് മുഴുവനും യേശു പ്രസിദ്ധനായിരുന്നു. ആ സിറ്റിയില് യേശുവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യേശു അവിടെ ശബത്ത് നാളിൽ അവിടുത്തെ സിനഗോഗുകളിൽ പോകുമായിരുന്നു, അവിടെ പ്രസംഗിക്കുമായിരുന്നു. യേശുവിന്റെ വാക്കുകൾ അവർ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അനേക രോഗികളെ അവൻ അവിടെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ ഒരു കുഷ്ഠരോഗി സൗഖ്യപ്പെട്ടതും പത്രോസിന്റെ വീട്ടിൽ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുമ്പോൾ യേശു അവിടെ ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവളെ സൗഖ്യമാക്കിയതും, യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ ആ നാട്ടിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പത്രോസിന്റെ വീട്ടിൽ അന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പട്ടണം മുഴുവൻ അവന്റെ വാതിൽക്കൽ ഉണ്ടായിരുന്നു എന്നാണ് 1-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു കിടപ്പ് രോഗിയെ 4 ആൾ ചുമന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ആ ഭാഗത്തേക്ക്, അവിടെ അവരുടെ റൂമിലേക്ക് കടന്നു വന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ച് യേശു അവനെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം വീടുകളിലെങ്ങും യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുപോലെ ജനം തിരക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഭവനങ്ങളിലല്ല, കുറച്ചുകൂടെ തുറസായ സ്ഥലത്തേക്ക് കടൽക്കരയിലും മറ്റുമൊക്കെ യേശു ശുശ്രൂഷിച്ചത്. നോക്കുക, എന്തിനാണ് ആളുകൾ തിരക്കിയിരുന്നത്? ആളുകൾ തിരക്കിയത് വചനം കേൾക്കുന്നതിന് വേണ്ടിയാണ്. യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ആശ്വാസം, അവർക്കുണ്ടാകുന്ന വിടുതല്, അതിനുവേണ്ടിയാണ് ആളുകൾ അവന്റെ അടുത്തേക്ക് കടന്നു വന്നിരുന്നത്. ഒരിക്കൽ യേശു കടൽക്കരയിലെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം
മടങ്ങിപ്പോകുന്ന സമയത്ത് അൽഫയുടെ മകനായ ലേവി ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് ആ പ്രവൃത്തിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് യേശു അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഒത്തിരി ഒന്നും അവിടെ സംസാരിച്ചില്ല, ഒറ്റ വാക്ക്, എന്നെ അനുഗമിക്ക. ലേവി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. കടൽക്കരയിൽ തന്നോടുകൂടി ഉണ്ടായിരുന്ന ജനം ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തിന്? അന്നത്തെ ആ മത നേതൃത്വം അത്ഭുതപ്പെട്ടുപോയി. ലേവി തന്നെ അത്ഭുതപ്പെട്ടുപോയി കർത്താവിന്റെ വിളി. കാരണം അവൻ അവിടെ അറിയപ്പെടുന്ന ഒരു ടാക്സ് കളക്ടറാണ്. അവൻ അറിയപ്പെട്ടിരുന്ന ഒരു പാപികളിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാണ്. അവൻ യേശുവിനെ അറിയാനോ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാനോ അവനൊരു യോഗ്യതയുമില്ലെന്ന് അവന് തന്നെ അറിയാം. ധാർമ്മിക നിലവാരമുള്ള ഒരു വ്യക്തി പോലും അവനെ അംഗീകരിക്കുകയില്ല, അവനുമായി അടുത്തിടപെടുകയില്ല, അവനോട് സഹകരിക്കത്തില്ല. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ വെറുക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ളവരെ ആ സമൂഹം തന്നെ അംഗീകരിച്ചിരുന്നില്ല. കാരണം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിനപ്പുറമായിട്ട് ഇവര് ടാക്സ് കളക്ട് ചെയ്ത് അവരുടെ സ്വന്തം പോക്കറ്റിലിടും. ഇങ്ങനെ അധാർമികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ടാക്സ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗുണ്ടായുസമൊക്കെ വേണം. ഇങ്ങനെ ഗുണ്ടായുസമായിട്ടും തന്നെയല്ല, അവിടുത്തെ പട്ടാളം പോലും ഇവർക്ക് വേണ്ടിയാണ് വേല ചെയ്യുന്നത്. അപ്പൊ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളവരെ അവർ അംഗീകരിക്കത്തില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ കയറ്റത്തില്ല. സമൂഹം അംഗീകരിക്കാത്തവൻ, വെറുക്കപ്പെട്ടവൻ, ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ലാത്തവൻ, അങ്ങനെ മുദ്ര കുത്തപ്പെട്ടവൻ. ആരൊക്കെ മാനസാന്തരപ്പെട്ടാലും ഇങ്ങനെയുള്ളവര് മാനസാന്തരപ്പെടത്തില്ല. ആരൊക്കെ പള്ളി പോയാലും ഇങ്ങനെയുള്ളവരൊന്നും പള്ളി പോകത്തില്ല. ഒരു രക്ഷയുമില്ല. മാനസാന്തരപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വ്യക്തി, അത് അവന് തന്നെ അറിയാം, എനിക്കൊരു യോഗ്യതയുമില്ല, ഞാൻ പാപിയാണ്, എനിക്ക് യേശുവിങ്കിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് സാധ്യമല്ല. എന്നാലും ഗലീലയിൽ യേശു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, കടൽക്കരയിൽ യേശു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, കുഷ്ഠരോഗി സൗഖ്യമായത്, പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് പോയത്, പത്രോസിന്റെ വീട്ടിൽ നടന്ന അത്ഭുതം, യേശുവിന്റെ അടുത്ത് വന്ന് രോഗികൾ സൗഖ്യമായത്, യേശു സംസാരിക്കുന്നത്, യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവനറിയാം. തന്റെ അയോഗ്യതകൾ കാരണം യേശുവിങ്കിലേക്ക് കടന്നു വരുവാൻ അവന് സാധിക്കുന്നില്ല. സമൂഹം അവനെ അംഗീകരിക്കുന്നില്ല. ഈ മതം എന്നെ വിടുവിക്കുവാൻ സാധിക്കത്തില്ല, എന്റെ പാരമ്പര്യം എന്നെ വിടുവിക്കുവാനായിട്ട് സാധിക്കത്തില്ല, ഞാൻ പാപികളിൽ പ്രധാനിയാണ്, ഇതിൽ നിന്ന് എനിക്കൊന്ന് കരകയറണം. എത്ര വലിയ പാപിയാണെങ്കിലും, സമൂഹം നിന്നെ വെറുക്കുന്നുവെങ്കിലും, തല ഉയർത്താൻ കഴിയാതെ എപ്പോഴും നിന്റെ തല താന്നിരിക്കുന്നുവെങ്കിലും, തോറ്റുപോകുന്ന അവസ്ഥയിലാണെങ്കിലും, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ഒരിടത്തും എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല, സ്വയം വെറുക്കപ്പെട്ട നിലയിലാണെങ്കിലും, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ, ഒന്ന് വചനം വായിക്കുവാൻ ഒരു സ്വല്പ സമാധാനമില്ലാതെ ജീവിക്കുക, ഈ അവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിൽ പോലും ദൈവസ്നേഹം യേശുവിലൂടെ നിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. യേശു നിന്നെ വിളിക്കുന്നു. വെറുക്കപ്പെട്ടവന്റെ അടുത്തേക്ക്, ആർക്കും വേണ്ടാത്തവന്റെ അടുത്തേക്ക് യേശുവിലൂടെ ആ ദൈവസ്നേഹം കടന്നു വരുമ്പോൾ, മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ എഴുന്നേറ്റ്
യേശുവിനെ അനുഗമിച്ചു. പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ നേടാൻ കഴിയുന്നതല്ല, പട്ടാളത്തിന് നേടാൻ കഴിയുന്നതല്ല, മദ്യത്തിനോ മയക്കുമരുന്നിനോ നേടാൻ കഴിയുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒറ്റ വിളി. ഇന്നും കർത്താവ് അനേകരുടെ അടുത്തേക്ക് കടന്നു വരുന്നു, നിന്നെ വിളിക്കുന്നു അവന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. ലേവിയാണ് മത്തായി എന്നറിയപ്പെടുന്ന സുവിശേഷകൻ. യേശു നമ്മെ വിളിക്കുന്നത്, അവനെ അനുഗമിക്കാൻ വിളിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ടാണ്. ഇന്ന് നിന്റെ അവസ്ഥയെ മാറ്റുവാൻ മറ്റാർക്കും സാധിക്കുന്നില്ലെങ്കിലും എന്റെ കർത്താവിന് സാധിക്കും. അവന്റെ വിളിക്ക് ചെവി തുറക്കും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീ ലേവിയെ വിളിച്ചു. അവൻ ആരാലും വെറുക്കപ്പെട്ടവനായ അവസ്ഥയിലായിരുന്നു, തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മറ്റുള്ളവർക്ക് എന്നെ രക്ഷിക്കുവാനോ അംഗീകരിക്കാനോ കഴിയാത്ത അവസരത്തിലായിരുന്നു. എന്നാൽ കർത്താവേ, ദൈവസ്നേഹം നിന്നിലൂടെ അവന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവനൊരു നല്ല മനുഷ്യനായി തീർന്നു. യേശുവിനെ അറിയുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, പിന്നീട് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു. കർത്താവേ, ഞങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ വചനം കേട്ടവരെയും ദൈവവചന കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിന് മാറ്റാൻ കഴിയാത്തതായ ഒന്നുമില്ല. കുനിഞ്ഞിരിക്കുന്നവരെ കർത്താവ് നിവർത്തുന്നു, പാപികളെ കർത്താവ് രക്ഷിക്കുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹിതരെ, ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലോക രക്ഷയ്ക്ക് വേണ്ടിയും ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കും. ഗാഡ് ബ്ലെസ് യു.